Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topic CSS property window in visual programming. This is the cascading style sheet properties window or the CSS property window. Okay, so ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് CSS പ്രോപ്പർട്ടി വിൻഡോ ആണ്. ഇത് എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ പേജിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമെന്ന് ചോദിച്ചാൽ ടാബിൽ വ്യൂവിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് CSS പ്രോപ്പർട്ടി കമാൻഡ് സെലക്ട് ചെയ്താൽ ഈ പേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് CSS പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ കാണാൻ സാധിക്കും. ഓക്കെ, സോ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് CSS പ്രോപ്പർട്ടി അപ്ലൈഡ് റൂൾസ് എന്ന് പറഞ്ഞൊരു ഏരിയ അല്ലെങ്കിൽ അപ്ലൈഡ് റൂൾ എന്ന് പറഞ്ഞ പെയിനുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്ലേസിൽ നമുക്ക് എന്താണ് സെലക്ട് ചെയ്ത എലമെൻറ്റ്സിന് സ്റ്റൈൽസ് ഇൻലൈൻ സ്റ്റൈൽ ആയിക്കോട്ടെ, എക്സ്റ്റേണൽ ആയിക്കോട്ടെ, ഇൻറ്റേർണൽ ആയിക്കോട്ടെ, നമുക്ക് സ്റ്റൈൽ റൂൾ സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും അപ്ലൈഡ് റൂൾ പ്ലെയിനിൽ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ CSS പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ താഴെ നിങ്ങൾക്കൊരു ഏരിയ കാണാം. അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടുന്ന പ്രോപ്പർട്ടീസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്തിട്ട് പുതിയ പ്രോപ്പർട്ടി സെറ്റാക്കാം. അപ്പോൾ അവിടെ ഫോണ്ട്, കളറ്, സൈസ്, സ്റ്റൈല്, ബ്ലോക്ക് എല്ലാം ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെറ്റ് ചെയ്യാം. ഇനി മോഡിഫൈ ചെയ്യാനാണെങ്കിലും ഈ CSS പ്രോപ്പർട്ടി പെയിനിൽ പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടിയെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ CSS പ്രോപ്പർട്ടിയുടെ ടോപ്പിൽ 3 ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ A to Z ആൽഫബറ്റിക്കലി നമുക്ക് സോർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സമ്മറി ബട്ടൺ ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. അങ്ങനെ 3 ബട്ടൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇത്രയാണ് ഈ CSS പ്രോപ്പർട്ടി വിൻഡോയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം കറസ്പോണ്ടിങ് എലമെൻറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടീസിൻ്റെ ടെക്സ്റ്റ് എഡിറ്റർ വിൻഡോ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രോപ്പർട്ടീസ് ഡിസ്പ്ലേ ചെയ്ത സൈഡിൽ കാണിക്കും. പിന്നെ അപ്ലൈഡ് റൂൾസ് എന്ന് പറഞ്ഞൊരു പെയിനുണ്ട്, CSS പ്രോപ്പർട്ടി പെയിനും ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു വിൻഡോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഹൗ ടു യൂസ് ദ CSS property window. The CSS property window is the most useful for reviewing and modifying the styles that have been applied to a page. To display this window, use the view CSS property command. So viewയിൽ പോയി CSS property ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ CSS property window ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. The applied rule pane of the CSS property window lists the style rules that have been applied to the currently selected element in order in which they are applied. സോ CSS പ്രോപ്പർട്ടീസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈഡ് റൂൾ പെയിനിലായിരിക്കും കറൻ്റ്ലി സെലക്ട് ആയിട്ടുള്ള ഐറ്റത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്ന സ്റ്റൈൽസൊക്കെ കാണാൻ പറ്റുന്നത്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് ഇഫ് ദ സ്റ്റൈൽ റൂൾ ഇസ് ഡിഫൈൻഡ് ബൈ ആൻ ഇൻലൈൻ സ്റ്റൈൽ, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. ഇൻലൈൻ ആണോ, ഇൻറ്റേർണൽ ആണോ, എക്സ്റ്റേണൽ ആണോ എന്ന് നമുക്ക് ആ കറണ്ട് എലമെൻറ്റിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അപ്ലൈഡ് റൂൾ പെയിനിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് എഡിറ്റർ സൈഡിൽ തന്നെ വരുന്നുണ്ട്. The CSS property pane of CSS property window lists the style properties that have been applied to the current selected element. If you select a style rule from a applied rule pane, a red line will appear through the properties of that style rule that are overridden by the style rule for the currently selected element. നമ്മളിപ്പോൾ അപ്ലൈ സ്റ്റൈൽ റൂൾ പ്ലെയിനിൽ നിന്നും ഒരു സ്റ്റൈലിനെ സെലക്ട് ചെയ്യുവാണെങ്കിൽ റെഡ് ലൈനിൽ അത് അപ്പിയർ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് കറൻ്റ്ലി സെലക്റ്റഡ് ആയിട്ടുള്ള ഐറ്റത്തെ ഓവർറൈഡ് ചെയ്തു പുതിയ സ്റ്റൈൽ റൂൾ വന്നിട്ട്. അതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. To modify a style, select an element with the style in design view, select the style in the applied rule pane and then change its property in the CSS property pane. അപ്പം എലമെൻറ്റിൻ്റെ ഡിസൈൻ വ്യൂവിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം CSS പ്രോപ്പർട്ടി സ്പേസിൽ പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ CSS പ്രോപ്പർട്ടി വിൻഡോയിൽ ഒരു 3 ബട്ടൺസ് നമുക്ക് കാണാൻ സാധിക്കും. വി ക്യാൻ യൂസ് ദ ബട്ടൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ CSS property window to sort the list of properties by category, alphabetically or by property that have been applied. And you can click the summary button to display only the properties that are applied to the currently selected element.
കറൻ്റ്ലി സെലക്ട് ആയിട്ടുള്ള എലമെൻറ്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് സമ്മറി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ ഈ പ്രോപ്പർട്ടീസിനൊക്കെ ആൽഫബറ്റിക്കലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി വൈസ് സോർട്ട് ചെയ്യാനായിട്ടും ഒക്കെ ടോപ്പിലുള്ള CSS പ്രോപ്പർട്ടി വിൻഡോയുടെ ടോപ്പിലുള്ള ബട്ടൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു CSS പ്രോപ്പർട്ടി വിൻഡോയിൽ ചേഞ്ചസും മാനിപ്പുലേഷൻസും ഒക്കെ നടത്തുന്നത്. നെക്സ്റ്റ് ഈസ് ഹൗ ടു യൂസ് ദ മാനേജ് സ്റ്റൈൽ വിൻഡോ. സോ CSS വിൻഡോ പോലെ തന്നെ എങ്ങനെയാണ് മാനേജ് സ്റ്റൈൽസ് വിൻഡോ യൂസ് ചെയ്യുന്നതും എങ്ങനെയാണ് അതിൽ ഓപ്പറേഷൻസ് നോക്കുവാണ്. ഈ സ്ക്രീനിൽ നേരത്തെ പോലെ തന്നെ വ്യൂവിൽ പോയിട്ട് മാനേജ് സ്റ്റൈൽ കമാൻഡ് ക്ലിക്ക് ചെയ്താൽ ഈ വിൻഡോ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ കാണുന്ന വിൻഡോ ഡിസ്പ്ലേ ആവും. ഇത് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽസിന് കൺവീനിയൻറ്റ് വേയിൽ മൂവ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈൽ ഷീറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റൈൽ ഷീറ്റിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കും. ഓക്കെ, ഇപ്പം എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റിലാണെങ്കിൽ ആ പേരോട് കൂടിയായിരിക്കും ആ സ്റ്റൈൽസ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, സോ ഇനി ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പേജാണ് എടുക്കുന്ന എലമെൻറ്റ് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നമുക്ക് ആ കറണ്ട് പേജ് ഹെഡിങ്ങോടുകൂടി ആ സ്റ്റൈൽസ് ഡിസ്പ്ലേ ആവും. സോ ഇനി ഒരു സ്റ്റൈലിനെ മറ്റൊരു സ്റ്റൈലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവർ പറയുന്നത് സിംപ്ലി ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്പറേഷൻ വഴി നടത്താൻ പറ്റുമെന്ന് പറയുകയാണ്. സോ ഈ മാനേജ് സ്റ്റൈൽ വിൻഡോ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ആ വിൻഡോയുടെ ബോട്ടത്തിൽ നമുക്ക് അതിൻ്റെ വ്യൂ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെലക്റ്റഡ് ഐറ്റത്തിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്നുള്ള പ്രിവ്യൂ ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹാലവിൻ സൂപ്പർ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ആ വ്യൂ നമുക്ക് സ്റ്റൈൽ മാറി എന്നുള്ള വ്യൂ നമുക്ക് കിട്ടും. സോ വ്യൂവിൽ പോയിട്ട് നമുക്ക് പ്രിവ്യൂവിൽ പോയിട്ട് അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസ് കാണാനായിട്ട് ആ മാനേജ് സ്റ്റൈൽ വിൻഡോയുടെ സ്റ്റൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് മൗസ് പോയിൻ്റ് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ മാനേജ് സ്റ്റൈൽ വിൻഡോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്റ്റൈൽസും പ്രോപ്പർട്ടീസും എല്ലാം അതിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പ്രിവ്യൂവും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റൈൽ പ്രിവ്യൂ. സോ ഇതാണ് മാനേജ് സ്റ്റൈൽ വിൻഡോ. സോ എന്താണ് നമുക്ക് നോക്കാം. The Manage Style window provides a convenient way to move the styles used by a page from one style sheet to another. That includes styles defined in both external and internal style sheets. To display this window, use View Manage Style command. So, Manage Style command viewവിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. All styles in an external style sheet appear under the name of that style sheet. So, ആ സ്റ്റൈൽ ഷീറ്റിൻ്റെ പേരോട് കൂടി ആയിരിക്കും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എപ്പോഴും അപ്പിയർ ആവുന്നത്. ഓൾ സ്റ്റൈൽസ് ഇൻ ആൻ ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് അപ്പിയർ അണ്ടർ ദ കറണ്ട് പേജ് ഹെഡിങ്. ആ കറണ്ട് പേജ് ഹെഡിങ്ങിനോട് ചേർന്നായിരിക്കും ഇൻറ്റേർണൽ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാവുക. ടു മൂവ് എ സ്റ്റൈൽ ഫ്രം വൺ സ്റ്റൈൽ ഷീറ്റ് ടു അനദർ സിംപ്ലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ്. നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻ വഴി സ്റ്റൈൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. If you select a style in Manage Style window, a preview of that style is displayed at the bottom of the window. If the preview isn't displayed, the display item, that is style preview option from the menu that displayed when you click the option button. Okay. ഇനി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പ്രിവ്യൂ ബോട്ടത്തിൽ പ്രിവ്യൂവിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിരിക്കും. ഇങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റൈൽ പ്രിവ്യൂ ഓപ്ഷൻ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആവുന്നതാണ്. ഓക്കെ, അപ്പം ഇനി സ്റ്റൈലിൻ്റെ പ്രോപ്പർട്ടീസ് വ്യൂ ചെയ്യാൻ ജസ്റ്റ് പോയിന്റ് ദ സ്റ്റൈൽ ഇൻ ദ മാനേജ് സ്റ്റൈൽ വിൻഡോ. മാനേജ് സ്റ്റൈൽ വിൻഡോയിൽ സ്റ്റൈലിലൊന്ന് പോയിന്റ് ചെയ്താൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ മാനേജ് സ്റ്റൈൽ വിൻഡോയിൽ നടക്കുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ രണ്ട് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്തത്. CSS പ്രോപ്പർട്ടി വിൻഡോയും മാനേജ് സ്റ്റൈൽ വിൻഡോയും രണ്ടിലും എന്തൊക്കെ ഓപ്പറേഷൻസ് നടക്കുന്നു എന്നും കണ്ടു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: ഹൗ ടു യൂസ് ദ CSS property window and manage style window. So I hope that all of you understand the session. Thank you for watching Bosco Campus Vision. Bye. Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topic CSS property window in visual programming.